കഴിഞ്ഞ ദിവസം കീവിൽ ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷം റഷ്യ ഇപ്പോൾ ഖാർഗീവിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. റഷ്യ മാസീവ് സ്ട്രൈക്കാണ് ഖാർഗീവിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 53 UAVകൾ, ഗൈഡഡ് ബോംബുകൾ, മിസൈലുകൾ എന്നിവയാണ് ഖാർഗീവിലേക്ക് റഷ്യ അയച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇപ്പോൾ ഖാർഗീവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കീവിൽ റഷ്യ ഇതുവരെ യുക്രൈനിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് നടത്തിയിരുന്നത്. ഈ ആക്രമണം നടത്തിയത് ഡൊണാൾഡ് ട്രംപ് അടക്കം വലിയ രീതിയിൽ അപലപിച്ചിരുന്നു. പോരാത്തതിന് ട്രംപും പുടിനും ഫോണിൽ സംസാരിക്കുക ചെയ്തു എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ട്രംപ് പുടിനോട് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളും റഷ്യൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചപ്പോൾ ട്രംപ് അപലപിക്കാതിരുന്നത്, തിരിച്ച് റഷ്യ യുക്രൈനെ ആക്രമിക്കുമ്പോൾ മാത്രമാണല്ലോ ട്രംപ് അപലപിക്കുന്നത് എന്നാണ്. എന്തായാലും നിരവധി കെട്ടിടങ്ങളാണ് ഖാർഗീവിൽ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു വലിയ ആക്രമണത്തിനാണ് റഷ്യ ഇനിയും പദ്ധതി ഇടുന്നത് എന്നുള്ള സൂചനകളും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം റഷ്യയുടെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പല നയതന്ത്ര വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും പറയുന്നത് അത് സെലൻസ്കിയാണ് എന്നുള്ളതാണ്. സെലൻസ്കിയെ വധിക്കുക എന്നുള്ളതാണ് പുടിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ആയിരിക്കണം പുടിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ ഇനി ഏക വഴി എന്ന് പറയുന്നത് സെലൻസ്കിയെ വധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സെലൻസ്കിയെ വധിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും റഷ്യ ഇനി കൂടുതൽ ശ്രമിക്കുക എന്നുള്ളതാണ്. റഷ്യയ്ക്ക് അതിന് കൃത്യമായിട്ടുള്ള അവരുടെ ന്യായീകരണങ്ങളുമുണ്ട്. കാരണം പുടിനെ വധിക്കാനായി യുക്രൈൻ ശ്രമിച്ചിരുന്നു. പുടിൻ്റെ കോൺവോയ്ക്ക് നേരെയും പുടിന് നേരെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെല്ലാം യുക്രൈൻ നടത്തി, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെലൻസ്കിയെ വധിച്ച് യുദ്ധം തീർക്കാനുള്ള പദ്ധതിയാണോ പുടിൻ്റെ മനസ്സിൽ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.